സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3യിലേക്ക്. ന്യൂസ് 3യിൽ നമുക്ക് രണ്ട് അതിഥികളാണുള്ളത്. അവരെ നമുക്ക് പരിചയപ്പെടണം. ആദ്യം ഞാൻ പോകുന്നത് 70-ാം വയസ്സിൽ 13,000 അടി മുകളിൽ നിന്ന് ഒരു ചാട്ടം. മുകളിലും താഴെയും ആകാശം കണ്ടുകൊണ്ട് ലീല ജോസഫ്. സ്വപ്നങ്ങൾക്ക് അതിർവരമ്പുകളില്ലെന്ന് തെളിയിച്ച അമ്മ. വാർത്തകൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ആ ആകാശച്ചാട്ടത്തിന്റെ വിശേഷങ്ങളുമായി ലീല ജോസഫ് തന്നെയാണ് നമുക്കൊപ്പം ആദ്യം തത്സമയം ചേരുന്നത്. ലീലാമ്മ, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ആകാശം മുട്ട അങ്ങ് കറങ്ങി അല്ലേ? ഒന്ന് പറന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ പറക്കൽ? പറക്കല് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വാക്കുകൾ കൊണ്ട് പറഞ്ഞു പറ്റില്ല. എത്ര വയസ്സുണ്ട് ഇപ്പം? എന്തോ? എത്ര വയസ്സുണ്ട് ഇപ്പം? 70 വയസ്സ് കഴിഞ്ഞു. ഈ 70-ാം വയസ്സ് ചാട്ടത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതായിരുന്നോ? അല്ല, 2 വർഷമായ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ചെറുപ്പം മുതൽ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ വിമാനത്തിൽ നിന്നൊക്കെ ചാടുക എന്നുള്ളത് 2 വർഷമായിട്ട് ഇങ്ങനെ ഓർക്കുന്ന കാര്യമാണ്. കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്തപ്പോ അവരെന്നെ കളിയാക്കി. പിന്നെ ഞാൻ ആരോടും അപ്പം എന്തോ അത് ഞാൻ വിമാനമൊക്കെ പറന്നു പോകുമ്പോ എന്റെ മനസ്സിലുണ്ട് ഇതിന്ന് ചാടുന്നതും പറക്കുന്നതും എല്ലാം. ഇങ്ങനെ ഇതിന് പാരച്യൂട്ടെന്നോ പറയുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ ചാടണം പറക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലങ്ങനെ കൊണ്ടാടുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് മകന്റെ വീട്ടിൽ ചെന്നപ്പം അന്നേരം ഒരു ഫ്ലൈറ്റ് പോയപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ മകനോട് ചോദിച്ചു, ഈ വിമാനത്തിൽ നിന്ന് ചാടുക എന്നൊക്കെ പറയുന്നത് എന്താ, അത് എന്നാടാന്ന് ചോദിച്ചു. അപ്പൊ അവൻ ചോദിച്ചു, നമ്മച്ച് ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്നെന്ന്. അല്ല, ഞാൻ വെറുതെ ചോദിച്ചാ അത് അമ്മച്ചിക്ക് ചാടണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു. നിങ്ങൾ ചാടിച്ചാൽ ഞാൻ ചാടുമെന്ന് പറഞ്ഞു. പിള്ളേര് അങ്ങനെ പറഞ്ഞപ്പോ കാര്യമായിട്ട് പറഞ്ഞാണോന്ന് ചോദിച്ചു. അവൻ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ, നിങ്ങൾ ചാടിച്ചാൽ ഞാൻ ചാടുമെന്ന് പറഞ്ഞു. അന്നേരം മകളടുത്ത് വന്നപ്പോഴാണ് അവള് പറഞ്ഞ, ആഗ്രഹമുള്ള കാര്യം പാലിച്ചേ പറയുള്ളൂ, അല്ലാത്ത കാര്യങ്ങളൊന്നും അമ്മച്ചി പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിന്നെ അവൻ ചോദിച്ചു, അമ്മച്ചി ചാടണമെന്ന് ആഗ്രഹമുണ്ടോ, ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ചാടണമെന്ന് ആഗ്രഹമുണ്ട്, ഓക്കെ ആണ് ഓക്കെ ആണെന്ന് പറഞ്ഞു. അവനങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവരെ വിളിച്ചു കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോ അവര് തിരിച്ചു വിളിച്ചു. നാളെ 10 മണിക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞു ചാടാനായിട്ട്. ഞങ്ങളവിടെ ചെന്നപ്പോ മകനാ ചാടുന്നതെന്ന് അവരോർത്തെ. പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവര് അമ്മച്ചിയാണോ ചാട്. അത് ശരി. ലീലാമ്മേ, ഞങ്ങളെ ഇപ്പൊ ലീലാമ്മയുടെ ചാട്ടം ഇങ്ങനെ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഒരു സ്ക്രീനില്. അപ്പൊ എന്നാ സന്തോഷമായി കാണുന്നേ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഈ സ്ഥാനത്ത് ഞാൻ വല്ലതുമായിരുന്നെങ്കിൽ പേടിച്ച് മരിച്ചു പോയേനെ. ആഗ്രഹത്തിന്റെ മുമ്പിൽ പേടിയില്ലല്ലോ. അപ്പൊ അതാണ് അവിടെ ചെന്ന പിന്നെ അവര് നമ്മളെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു തരും. ആ വീഡിയോ കാണുന്നുണ്ടപ്പോ എനിക്ക് ഒന്നുകൂടെ ആഗ്രഹമായി ചാടണമെന്ന്. അന്നേരം വീഡിയോ കാണിക്കുമ്പോഴൊക്കെ അവര് ചോദിക്കും, അമ്മച്ചി ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും ഞാൻ ഓക്കെയാ. എന്റെ കൂടെ ഒരു 4 പിള്ളേരുണ്ടായിരുന്നു. അവര് മലയാളികളല്ല കേട്ടോ. അവരെ കണ്ടപ്പോ എനിക്കൊരു ചമ്മലായി. പിള്ളേരെ എന്റെ നേരേക്ക് തരുന്നു നോക്കും, ഞാനും നോക്കും. ആകെ ഈ പിള്ളേരുടെ കൂടെയാണല്ലോ ചാടണേന്ന് ഓർത്തപ്പോ ഒരു ചമ്മല് വന്നു. പക്ഷെ പിള്ളേര് മിക്കവാറും ജീവൻ കൈ പിടിച്ചോണ്ടായിരിക്കും ചാടിയത്. അമ്മച്ചിയാണെങ്കിൽ വന്ന ആവേശത്തിലും അല്ലേ? ചാടണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടല്ലോ, വലിയൊരു ആഗ്രഹമായിരുന്നേ. അങ്ങനെ ചാടണം. അങ്ങനെ ചാടി ഞങ്ങളെ അവിടുന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്തി കൊണ്ടുപോകാൻ നേരത്തെ അവര് എന്നെ ഒത്തിരി ഇന്റർവ്യൂ ഒന്നും നടത്തിയില്ല കേട്ടോ. ഞാൻ ഓക്കെ ആണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. വീഡിയോ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാ. ലീലാമ്മക്ക് എന്ത് ഇന്റർവ്യൂ അല്ലേ? അതെ, എനിക്കൊരു ഇന്റർവ്യൂ വേണ്ട. ലീലാമ്മ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആ ചാടാൻ പോയ ആ ഒരു, അല്ലെങ്കിൽ ഗൈഡ് പറയില്ലേ നമ്മൾ ചാടാൻ വേണ്ടി ഡ്രൈവിങ്ങിന് വേണ്ടി റെഡി ആവുകയാണ് ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു തോന്നിയത്? ആ ഒരു സമയത്ത് ഫീൽ എന്തായിരുന്നു? പേടി എപ്പോഴെങ്കിലും 1% പേടി തോന്നിയായിരുന്നു? എനിക്ക് പേടി ഉണ്ടെന്ന് തോന്നുന്നില്ല ആളെ കണ്ടിട്ട്. അങ്ങനെയല്ല, അന്നേരം ഞാൻ ഓക്കെ എന്നാ പറഞ്ഞേ. നമ്മുടെ കയറാൻ നേരത്തെ അവര് ചോദിച്ചപ്പോഴും ഞാൻ ഓക്കെ എന്നാ പറഞ്ഞേ. മറ്റു പിള്ളേരോടൊന്നും അവരങ്ങനെ ചോദിക്കുന്നില്ല. എന്നോട് തന്നെ ഇങ്ങനെ തീർന്ന് ചോദിച്ചപ്പോ എനിക്കൊരു ഇതായിരുന്നേ.
അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറി കഴിയുമ്പോഴാണ് നമ്മുടെ കണ്ണിലൊക്കെ ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ച് അടച്ചു. പിന്നെ ഈ നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ഒരു ബെൽറ്റ് ഒക്കെ ഇട്ട് നന്നായിട്ട് മുറുക്കി. അന്നേരവും ഫ്ലൈറ്റ് കയറി ഇരുന്നിട്ട് അവർ ഓക്കെ എന്ന് ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. എനിക്കങ്ങനെ ഇംഗ്ലീഷ് അറിയത്തില്ല, അവരെല്ലാം ഇംഗ്ലീഷിലല്ലേ ചോദിക്കുന്നത്. ഞാൻ എന്നിട്ട് ഓക്കെ ആണെന്ന് ഇങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞ് എന്നെയാണ് ആദ്യം കയറ്റിയത്. കയറ്റി കഴിഞ്ഞാൽ ആണ് മറ്റേ 4 പിള്ളേരെ കയറ്റിയത്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില് ഒരു ക്യാമറമാനും ഓരോ ഗൈഡും ഉണ്ട്. 15 പേർക്ക് ഇരിക്കാവുന്ന വിമാനമാണ്. അപ്പൊ അതിൽ കയറി എല്ലാം കഴിഞ്ഞ് വിമാനം കുറെ ദൂരം പോവും. അത് എത്ര ദൂരം പോയിന്ന് അങ്ങനെ ഒരു ഇത് വന്നില്ല. എന്നുവെച്ചാൽ വിമാനത്തിലൊക്കെ ഇരുന്നപ്പോ സമയം പോയതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പതുക്കെ വിമാനം ഒരു സ്ലോ ചെയ്ത് കഴിഞ്ഞപ്പോ ഓരോരുത്തർ ചാടി. അത് തന്നെ ഈ 4 പിള്ളേര് ചാടി കഴിഞ്ഞ് 5ാമതാണ് ഞാൻ ചാടാൻ നിൽക്കുന്നത്. അന്നേരം ഞാൻ ചാടാനായിട്ട് ചെറിയ ഡോറാ, പയ്യെ ഇരുന്നിട്ട് വേണം ചാടാനായിട്ട് നോക്കിയപ്പോ ഈ പിള്ളേരെ കണ്ടില്ല. ഈ പിള്ളേരെ കാണാതെ വന്നപ്പോ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഈ പിള്ളേരെ എങ്ങോട്ട് പോയി എന്നുള്ളൊരു ചിന്ത വന്ന്. അപ്പൊ ഞാൻ ഓർത്ത്, അത് കഴിഞ്ഞാണ് പെട്ടെന്ന് ചാടിയ പിള്ളേരെ കാണാൻ പറ്റില്ലല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ അവര് ചാടാൻ നേരത്ത് നമുക്ക് ഒരു സിഗ്നല് തരുന്ന അവരൊന്ന് മൂളുള്ളൂ. ആദ്യത്തെ മൂളലിൽ ഞാൻ ചാടിയില്ല. ഞാൻ നോക്കിയപ്പോ ഈ പിള്ളേരെ നോക്കിക്കൊണ്ട് നിന്നു. 2ാമത്തെ മൂളലും വന്നു. 3ാമത്തെ മൂളലിൽ ഞാൻ എടുത്തങ്ങ് ചാടി. പിന്നെ അത് നോക്കാനില്ലല്ലോ. അന്നേരമാണ് ഈ പിള്ളേരെ കാണാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ചാടി 6000 അടി താഴെ വരുമ്പോഴാണ് നമുക്ക് പാരച്യൂട്ട് കിട്ടുന്നത്. പാരച്യൂട്ട് കിട്ടുന്നേരം നമ്മൾ ആകാശത്തുനിന്ന് ഉരുണ്ടുരുണ്ടങ്ങ് പോരുമല്ലേ, താഴോട്ട് താഴെ വരും. പാരച്യൂട്ടിൽ വന്നു കഴിയുമ്പോ തന്നെ നമ്മുടെ ഗ്ലാസ് ഊരും, ഈ ബെൽറ്റും അവർ ഊരും. പിന്നെ നമ്മൾ ഫ്രീയാ. പിന്നെ നമുക്ക് ആകാശത്ത് നിന്ന് അങ്ങനെ പെട്ടെന്ന് പോരണമെന്നൊന്നും തോന്നൂല. ആകാശത്തൊക്കെ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് പിന്നെ കൂടാൻ തോന്നിയല്ലേ? പോരണമല്ലോ, അവിടെ ഹാപ്പി ആയിട്ട് നിക്കാൻ തോന്നി കുറെ നേരം. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ ഈ പിള്ളേര് 4 പേരും പാരച്യൂട്ടിൽ താഴോട്ട് പോകുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പോകാതെ വന്നപ്പോ ഞാൻ ഓർത്ത് എന്റെ പാരച്യൂട്ടിന് എന്തെങ്കിലും സംഭവിച്ചു, അതിന് എന്നാ ചെയ്യുന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്ന. താഴേക്ക് നോക്കിയപ്പോ കടല. അപ്പൊ അന്നത്തെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കടലിലേക്ക് എടുത്ത് ചാടാന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് അങ്ങനെ എന്റെ തോളത്ത് മുട്ടി. കടലിൽ ചാടുമ്പോ ആരെങ്കിലും കാണുമല്ലോ രക്ഷപ്പെടുത്താൻ. ശരി, ലീലാമ്മ എന്തായാലും ഡബിൾ ഓക്കെ ആയിരുന്നു എന്ന് ആ വിഷ്വല് കണ്ടപ്പോ മനസ്സിലായി. ഇപ്പൊ ഇതാ നേരിട്ട് സംസാരിച്ചപ്പോ മനസ്സിലായി എത്രമാത്രം ധൈര്യമുള്ള ആളാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നതെന്ന്. ലീലാമ്മേ, ആ ചാട്ടം എന്തായാലും വൈറലായി, ഒരു വൈറൽ ചാട്ടക്കാരിയായി. അറിഞ്ഞായിരുന്നോ? പിന്നെ ആൾക്കാര് നിങ്ങളെ പോലുള്ളവരാണല്ലോ ഇതിങ്ങനെ വലിയ ഇതാക്കിയത്. ഞാൻ ആരോടും പറയാതിരുന്നല്ലേ. അതൊരു വലിയ സംഭവമാണ്, അതറിയില്ലേ? 70 വയസ്സിലുള്ള ഒരാള് എല്ലാവരും വീട്ടിൽ ഒതുങ്ങി കൂടുന്ന സമയത്ത് ഇത്രയും മുകളിൽ നിന്ന് ആകാശം മൊത്തം കറങ്ങുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമാണോ? അത് വലിയ കാര്യമാണ്. അത് ഞാനിങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചിന്തിക്കുന്ന. ലീലാമ്മ എപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണോ? എപ്പോഴും വേറെ ബുദ്ധിമുട്ടൊന്നും അതില്ല. അതുകൊണ്ട് എപ്പോഴും ഹാപ്പിയാണ്. ശരി, ലീലാമ്മ ആദ്യം ഇങ്ങനെ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത്, നേരത്തെ മകന്റെ അടുത്താണ് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതെന്ന്. അപ്പൊ ആദ്യം ഈ കാര്യം പറഞ്ഞപ്പോ മകന്റെ ഒരു റിയാക്ഷൻ, മകന്റെ ഒരു പ്രതികരണം എന്തുവായിരുന്നു? മകൻ ചോദിച്ചു, അമ്മച്ചി ഇപ്പൊ എങ്ങനെയൊക്കെ ചോദിക്കുന്നെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലാടെ എനിക്ക് ചാടണമെന്ന് ഉണ്ട് എന്ന് പറഞ്ഞു. അന്നേരം അമ്മച്ചി ചാടുവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചാടൂടാ. ശരിക്കും അമ്മച്ചി ചാടാൻ വേണ്ടി തന്നെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അവനെ എതിരൊന്നും പറഞ്ഞില്ല. അപ്പൊ തന്നെ അവര് സപ്പോർട്ട് ചെയ്തേ, മകനും മകളും ഒക്കെ. അപ്പൊ സപ്പോർട്ട് ഇരുന്നിട്ട് തന്നെ അവര് വിളിച്ചു, കാര്യങ്ങള് ഓക്കെ ആക്കി. പിന്നെ ഒരു സമയത്തേക്ക് വെച്ചില്ല. അങ്ങനെ അവര് എന്റെ ആഗ്രഹം സാധിച്ചു. എനിക്ക് അങ്ങനെ ചാടാനും പറ്റി. ലീലാമ്മ ഇങ്ങനെ യാത്രകളൊക്കെ ഒരുപാട് പോകാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ള ആളാണോ? അതെ, യാത്ര പോകാൻ, ഇങ്ങനെയുള്ള സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും. എന്നാ ഈ പെരുന്നാളിനോ ഇതിനൊക്കെ പോകുമ്പോ എന്ത് ഇത് കണ്ടാലും ഞാൻ കേറും. അതിനൊന്നും എനിക്ക് പേടിയില്ല. ഞാൻ ചാടിയാലും അതിനൊക്കെ അവര് കേട്ടു കേട്ടോ. അവർക്കൊക്കെ പേടിയാണെങ്കിൽ പോലും ഞാൻ എല്ലാത്തിലും കയറും, എന്നെ കയറ്റുകയും ചെയ്യും. പിന്നെ നമ്മുടെ
വയനാട്ടിൽ ഇങ്ങനെ ഒരു മലയിൽ നിന്ന് ഒരു മലയിലേക്ക് ഇങ്ങനെ ഒരു അമ്പി വലിച്ചു കെട്ടിയിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, ആ അതിലെല്ലാം കയറിയതാ. അത് ശരി. എവിടുന്നാ ഈ ധൈര്യമൊക്കെ കിട്ടുന്നേ? ധൈര്യമൊക്കെ എന്റെ അപ്പൻ്റെ ഒരു പട്ടാളക്കാരനായിരുന്നു. ആ പട്ടാളക്കാരന്റെ ഊർജ്ജം പിന്നെ എന്ത് ചോദ്യം അല്ലേ? ആ ഇതിനു മുൻപ് ചെയ്ത ഒരു സാഹസിക സംഭവം എന്തായിരുന്നു ലീലാമ്മയ്ക്ക് ഓർമ്മയുള്ളത്? അങ്ങനെ ഇതിനു മുമ്പ് അത്ര വലിയ അങ്ങനെ നമുക്ക് ഒരു അവസരം കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ എനിക്ക് അവസരം കിട്ടിയത്. ഇപ്പൊ ഒരു അവസരം കിട്ടിയ ആളങ്ങ് വൈറലായി, വൈറൽ ചാട്ടക്കാരിയായി. ഇനി എന്താണ് അടുത്ത പരിപാടി? എങ്ങോട്ടാ പോകാൻ ഉദ്ദേശിക്കുന്നേ? അടുത്തത് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഓരോന്നോരോന്ന് സാധിക്കട്ടെ എന്നാലും. പക്ഷെ പറയുന്നേ എന്റെ ആഗ്രഹങ്ങളൊക്കെ പിന്നെ പറയാം. പുറത്തു പറയാൻ പറ്റുന്ന ആഗ്രഹങ്ങളാണോ? ആരെങ്കിലും എന്നെ സ്പോൺസർ ചെയ്താൽ ഞാൻ ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറായിരിക്കും. അത് ന്യൂസ് 8ന്റെ എക്സ്ക്ലൂസീവ് ആയി പോയല്ലോ. ബഹിരാകാശത്തേക്ക് പോകാൻ ഒരാൾ ഇവിടെ റെഡിയാണെന്നല്ലേ? നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അങ്ങനെയൊക്കെയല്ല, ഇതൊക്കെയാണ് എന്റെ മനസ്സില്. പിന്നെ എവറസ്റ്റ് ഒന്ന് കയറണം, അത് പിന്നെ പിള്ളേര് സാധിച്ചിരുമായിരിക്കും. അപ്പൊ എവറസ്റ്റ് കയറാനുള്ള ഒരുക്കത്തിലാണോ? അത് അങ്ങനെ മനസ്സില് അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമാണ്. ഞങ്ങള് വാർത്ത കൊടുക്കുമല്ലോ അങ്ങനെയാകുമ്പോ 70-ാം വയസ്സിൽ അല്ലെങ്കിൽ 71-ാം വയസ്സിൽ എവറസ്റ്റ് കയറി ലീലാമ്മ എന്നുള്ള അടുത്ത വാർത്ത അടിക്കണം അല്ലേ ഉടൻ? മക്കള് സാധിച്ചു തരുന്നതനുസരിച്ചിരിക്കും. ഇത് മക്കള് സാധിച്ചുകൊണ്ടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റിയേ. മക്കളെപ്പോഴും ഇങ്ങനെയാണ്, അമ്മയ്ക്കൊപ്പം ആണല്ലേ? ഞാനെന്നാ അങ്ങനെ അവരുടെ ഒരു കാര്യത്തിന് അവരുടെ ശല്യം ചെയ്യില്ല, ഒരു കാര്യം. പിന്നെ എന്നാ പറയുന്ന കാര്യങ്ങൾ അവരാരും എതിര് പറയാറില്ല, ഇതുവരെ ചെയ്തു തരും. ലീലാമ്മ കുറെ ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ ലീലാമ്മയ്ക്ക്? ശരിക്കും അങ്ങനെയാണ്? ലീലാമ്മയ്ക്ക് എങ്ങനെ തോന്നിയോ? ഞാൻ കുറെ വീട്ടിലിരിക്കുന്ന കുറെ പേർക്ക് ഇങ്ങനെ ചെയ്യാൻ കുറെ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും, അവർക്കൊക്കെ ഞാനൊരു പ്രചോദനമായി എന്ന് തോന്നിയായിരുന്നോ? ഒത്തിരി വിമർശകരുണ്ടല്ലോ. അത് നമ്മുടെ സമൂഹം അങ്ങനെയാണ് ലീലാമ്മ. നല്ലത് എന്ത് ചെയ്താലും കുറ്റം പറയുന്ന കുറച്ച് പേരുണ്ടാവും, അവരോട് നമ്മൾ ആ ഭാഗത്തോട്ട് മൈൻഡ് ചെയ്യണ്ട. എന്നാലും കുറെ പേർ അങ്ങനെ പറഞ്ഞായിരുന്നോ, ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്, നിങ്ങൾ വീട്ടിൽ ഇരുന്നൂടെന്നൊക്കെ ചോദിച്ച ആളുകൾ ഉണ്ടായിരുന്നോ കുറെ പേര്? അതുകൊണ്ടാണോ ഇപ്പൊ എന്നോട് അങ്ങനെ ചോദിച്ചത്? വിമർശകർ കുറെ പേരുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണോ? അങ്ങനെ പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അവരോട് എന്ത് പറഞ്ഞു? അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിവില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തക്ക മറുപടി. അപ്പൊ അങ്ങനെയുള്ളവരോട് ഞാനൊന്നും പറയാൻ പോകത്തില്ല, വിമർശിക്കാനും പോകത്തില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ എന്റെ ഒരു ഇഷ്ടം, ആ ഇഷ്ടം എന്റെ മക്കളായിട്ട് സാധിച്ചു തന്നു. അതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. മക്കള് പറഞ്ഞാൽ മാത്രം അത് എന്നാന്ന് ചോദിക്കാന്നല്ലാതെ മറ്റുള്ളവര് പറയുന്നതിന് ഞാൻ കൈ കടത്താറില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ മക്കൾ തിരിച്ച് ചെയ്തതല്ലല്ലോ ഒന്നും, അവരുടെ ഇഷ്ടത്തോടുകൂടി ചെയ്തേ. അപ്പൊ പിന്നെ വേറെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് വിമർശകർക്കുള്ള ചുട്ട മറുപടി എന്ന് പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുക അല്ലേ ലീലാമ്മേ? വിമർശകർക്ക് ആർക്കും 10 ദിവസം മുടക്കില്ലല്ലോ ഞാൻ ചാടിയനോ ഒന്നിനോ. അതെ അതെ. അപ്പൊ പിന്നെ അവര് പറയുന്നവര് പറയാം, അത്രേ ഉള്ളൂ. അതിലൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാര് ഒത്തിരി പേരുണ്ട്, അവരായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ ഞാൻ ഹാപ്പിയാണ്. തീർച്ചയായും അങ്ങനെ ലീലാമ്മ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ലീലാമ്മ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങളും ഹാപ്പിയാണ്. എന്തായാലും പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, എവറസ്റ്റ് കീഴടക്കട്ടെ, അതോടൊപ്പം ബഹിരാകാശത്ത് പോകണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, ഞങ്ങളുടെയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. അപ്പം ആശംസകൾ. ഒരുപാട് നന്ദി ലീലാമ്മയെ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്, വിശേഷങ്ങൾ പങ്കുവെച്ചതിന്, കുറേ ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആയതിന്. താങ്ക് യു സോ മച്ച്.